ഒരു വലിയ സങ്കീർണതകൾ നിറഞ്ഞൊരു വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ വിഷയം ഇവിടെ എനിക്ക് തോന്നുന്നത് ചർച്ചയ്ക്ക് എടുക്കാൻ കാരണം, കേളുവീട്ടൻ പഠന കേന്ദ്രം ഒരു ചർച്ചയ്ക്ക് എടുക്കാൻ കാരണം തന്നെ RSS നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അതിന്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുന്ന ഒരു വർഷമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാനത് ഒരു 2-3 വർഷം മുമ്പ് തൃശ്ശൂരിൽ EMS അനുസ്മരണ സമ്മേളനത്തിൽ ഞാനൊരു ദുസൂചനയായി പറഞ്ഞത് 2025 BJP വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം, അതിന്റെ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയുടെ സ്വഭാവം എന്നുള്ളതുപോലെ ഇരിക്കാൻ സാധ്യതയില്ല എന്നാണ്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൃഗീയ ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു പൂർണ്ണ തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് സാധ്യമല്ലാത്ത ഒരവസ്ഥയിലാണ്. ഈ വിഷയത്തിൽ എന്നോട് സൂചിപ്പിച്ചിരിക്കുന്നതിന്റെ ഒരു സാർവദേശീയ തലം മുൻനിർത്തി സംസാരിക്കാനാണ്. ഇന്ത്യൻ സാഹചര്യങ്ങളെ കുറിച്ച് എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ഷിനാസ് സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന ഇടത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഔചിത്യം. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ കേളുവീട്ടൻ പഠന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ഓർമ്മ വന്നൊരു സംഭവം, കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു പൗരത്വ നിയമം ഭേദഗതി ചെയ്തതിന് ശേഷമുള്ള രാജ്യമെമ്പാടുമുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ഒരു ചെറിയ ഒരു NS മാധവന്റെ ഒരു കഥ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഓർമ്മയിൽ വന്നു. ഞാൻ പറയാൻ കാരണം, ഞാനും എൻ്റെ ഭാര്യയുമായി ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് ഹംസഫറിൽ പോവുകയാണ്. അവൻ അവിടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൂടെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ടായി. അത് കുറച്ച് ചിക്കൻ കാണും, കുറച്ച് ബീഫ് കാണും. ഇതൊക്കെ വറുത്ത് ഒരു പാക്കറ്റിലൊക്കെ ആക്കി ഹംസഫറിൽ രാത്രി സഞ്ചരിച്ച് രാവിലെ എത്തും. KR-പുരത്ത് സ്റ്റേഷനിൽ അവൻ വന്ന് കൊണ്ടുപോകും. 2020 ജനുവരിയിൽ ഇങ്ങനെ ഒരു യാത്രക്കിടയിൽ എന്റെ കയ്യിലിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ NS മാധവൻ എഴുതിയ ഒരു കഥയുണ്ടായിരുന്നു. അതിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ആരെങ്കിലും വായിച്ചിട്ടുണ്ടോന്നും അറിയില്ല. പാല് പിരിയുന്ന കാലം. ഇവിടെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയാൽ കൊള്ളാം. ഞാൻ അന്ന് രാത്രി ആ ചെറുകഥ വായിച്ചതിന് ശേഷം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ KR-പുരം സ്റ്റേഷനിൽ ഞങ്ങളെ ചുറ്റുവളഞ്ഞ ഒരു കൂട്ടം ആളുകൾ ബാഗ് തുറപ്പിക്കാൻ നിർബന്ധിക്കുന്ന മാതിരി ഒരു പേടിയുണ്ടായി. ഈ പേടി എന്തുകൊണ്ടുണ്ടാവുന്നു? കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് തെക്കേ ഇന്ത്യയിലെ തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി, അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത് നമ്മോട് ഒരു കാവ്യ ഭാഷയിൽ, ഒരു സാഹിത്യ ഭാഷയിൽ നമ്മുടെ NS മാധവൻ പറയുന്നത്
ഇതെവിടെയും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് ഭോപ്പാലിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഒരു മലയാളിയായ സാബു തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം, ഒരു സ്പിരിറ്റിൽ മുക്കിയ ഒരു ഭാഗം ഡൽഹിയിലേക്ക് അത് ബയോപ്സി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ നേരം വെളുക്കുമ്പോൾ ആ ട്രെയിൻ ഡൽഹിയിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുന്ന ഒരു അന്തരീക്ഷം, നായ്ക്കൾ അദ്ദേഹത്തിന് ചുറ്റും കൂടെ നിൽക്കുന്നു. അപ്പോൾ ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടി സീറ്റ് താഴത്തെ ബർത്ത് കൊടുക്കാത്തത് കൊണ്ടുള്ള ദേഷ്യം തീർക്കാൻ വിളിച്ചു പറയാണ്, ആ പെട്ടി പരിശോധിക്കണം എന്ന് പറയുന്നു. ആ പെട്ടി പരിശോധിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു കുപ്പിയിൽ ഈ സ്പിരിറ്റിൽ മുക്കിയ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ചെറിയ കഷണം ഉണ്ടായിരുന്നു. അത് ഗോമാംസമായി പ്രഖ്യാപിക്കപ്പെടുകയും ആ ട്രെയിനുകളിൽ വന്നിറങ്ങിയ മനുഷ്യരും മറ്റു ട്രെയിനുകളിൽ വന്നിറങ്ങിയ മനുഷ്യരും ചുറ്റും കൂടി വലിയൊരു ആൾക്കൂട്ട വിചാരണ നടത്തുകയും, ഞാൻ അതിന്റെ അന്ത്യത്തിലേക്ക് പറയുന്നില്ല, പറ്റുമെങ്കിൽ അത് വായിച്ചു നോക്കുക. ഇപ്പൊ ആ കുട്ടി വിളിച്ചു പറയുന്നു അയാൾ ഒരു മലയാളിയാണ്, അയാളെ ജാതിയും മതമൊന്നും പറയുന്നില്ല. പേര് നോക്കുമ്പോൾ സാബു. ഉത്തരേന്ത്യയിൽ അങ്ങനെ ഒരു സാബു ഗോമാംസവുമായി സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി നമ്മൾ അധികം കേട്ടിട്ടില്ല. അപ്പൊ NS മാധവിന്റെ കഥയെ വിമർശിച്ചുകൊണ്ട് ചില ആൾക്കാർ എഴുതുന്നത്, എന്തുകൊണ്ടാണ് NS മാധവൻ ഒരു മുസ്ലിമിന്റെ പേര് പറയാത്തത്? ഇത് പണ്ട് ഹിഗ്വിറ്റ എഴുതുമ്പോഴും മാധവനെതിരെ ഉണ്ടായ ഒരു ആരോപണം അദ്ദേഹം ഒരു മുസ്ലിം പേര് പറഞ്ഞു എന്നുള്ളതാണ്. എന്തോ ഒരു അറ്റാക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ എഴുതുന്ന കഥാപാത്രങ്ങള്, പറയുന്ന പേരുകളെല്ലാം ഇന്ന് വളരെ കരുതലോടുകൂടി സൂക്ഷിക്കണം. ശിവൻകുട്ടി പറഞ്ഞില്ലേ, എന്റെ പേര് തന്നെ ഞാൻ ഉപയോഗിക്കേണ്ടി വരുമോ ഇനി? ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല. ഇത്രയും പ്രബുദ്ധമായ കേരളത്തിന്റെ അകത്ത് നിന്ന് ഒരാൾ സഞ്ചരിച്ച് ബാംഗ്ലൂർ എത്തുമ്പോൾ ഈ ആധി ഉണ്ടാകുകയാണെങ്കിൽ, ഈ പേടി ഉണ്ടാകുകയാണെങ്കിൽ, അത് നിങ്ങൾ പറയാൻ പറ്റും, പക്ഷെ അതൊരു കഥ വായിച്ചിട്ട് എന്തിനാ നിങ്ങൾ എത്ര പേടിക്കുന്നത്? ഇത് കഥയല്ല, കാര്യമാണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 മാസം കഴിയുമ്പോൾ ഞാൻ NS മാധവനെ മാതൃഭൂമി ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം കുറെ നേരം കെട്ടിപ്പിടിച്ചിരുന്നു. ഇത് അനുഭവമാണെന്ന് പറഞ്ഞു. പക്ഷെ വടക്കേ ഇന്ത്യക്കാർക്ക് ഇതൊരു അനുഭവമേ അല്ല, ഇതൊരു നിത്യ സംഭവമാണ്, നിത്യസത്യമാണ്. ഈ ഭീതി, ഈ ഭയം ജനിപ്പിക്കുന്നത് എന്താണ്? അതിന് മതരാഷ്ട്രമൊന്നും വേണ്ട. ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രമില്ലാതെ തന്നെ, പ്രഖ്യാപിക്കാതെ തന്നെ, ഭരണഘടന പൊളിച്ചെഴുതാതെ തന്നെ നമുക്ക് ഈ രാഷ്ട്രം ഇവിടെ നിർമ്മിക്കാമെന്നുള്ള തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഛത്തീസ്ഗഡിൽ ഇറങ്ങിയ, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ആ 2 കന്യാസ്ത്രീകളെ ഓർത്തു നോക്കുക. ആൾക്കൂട്ട വിചാരണയുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ടോ? ഇത് ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്ന മതേതരത്വം ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള വൈവിധ്യങ്ങളുടെ ഒരു ഏക ശിലാരൂപത്തിലുള്ള ഒരു മതമോ ഒരു വംശീയ സ്വത്വമോ ഒന്നും നമുക്കില്ല. വളരെ ബഹുത്വങ്ങൾ, വൈവിധ്യമാർന്ന ഒരു രാജ്യത്തു നിന്നാണ് നമ്മൾ ഈ ഭയപ്പാടിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് സാർവദേശീയ തലത്തിൽ ഓരോ രാജ്യത്തും ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. നമ്മുടെ സ്വത്വം വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും മതരാഷ്ട്രമില്ലെങ്കിൽ കൂടിയും ഈ മതവിചാരണ
അത് പൗരസമൂഹത്തിന്റെ അകമ്പടിയോടുകൂടി നടക്കുന്ന ഈ വിചാരണ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യ കോഴിക്കോട് ഒരു ഒരു കോളേജിലാണ് പഠിച്ചത്. ആ കോളേജിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിന് അനുബന്ധമായതിനോട് ചേർന്നിട്ടുള്ള ഒരു മദ്രസയുണ്ട്. ആ മദ്രസയിൽ ഭാര്യയുടെ സഹോദരി വളരെ ചെറുപ്പത്തിലാണ്, ഞാനൊരു 10-40 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ഒരു ദിവസം രാത്രി വീട്ടിൽ വരുമ്പോൾ ഭാര്യയുടെ സഹോദരി ഉപ്പുപ്പ അടുത്ത് ചോദിക്കുകയാണ്, ഉപ്പ ഇന്ദിരാഗാന്ധി ഇന്ന് നരകത്തിൽ എത്തിയിട്ടുണ്ടല്ലേ, എത്തിക്കാണുമല്ലോ അല്ലേ എന്ന്. അപ്പൊ ഉപ്പുപ്പ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. എന്താ സംഭവം? അത് ഉസ്താദ് പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ ഉസ്താദ് പറഞ്ഞു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ഉടനെ ഇന്ദിരാഗാന്ധി നേരെ പോകുന്ന നരകത്തിലേക്ക. ഇത് എന്ത് ബോധമാണ്? അവര് ജീവിക്കുന്നത് ഒരു ദാറുൽ ഇസ്ലാമിലാണോ അതൊരു ദാറുൽ ഹർബിലാണോ? ഇത് 40 വർഷം മുമ്പ് ഒരു മദ്രസയിൽ പറഞ്ഞതായിട്ട് ഞാൻ പറയുമ്പോൾ, മദ്രസകളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതിലോമ ചിന്തകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. മദ്രസകളെല്ലാം ഇന്ന് അപകടമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ മതങ്ങളെ സംബന്ധിക്ക, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്ന വളരെ തെറ്റായ ചിഹ്നങ്ങളും സന്ദേശങ്ങളും ചെറുപ്രായത്തിലേക്ക് തലച്ചോറിൽ കയറിക്കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന പറയുന്നത്. ഉപ്പുപ്പ എന്താ ചെയ്യുന്ന അറിയാമോ? ഉപ്പുപ്പ പറഞ്ഞു നാളെ മുതൽ മദ്രസയെ വിടുന്നില്ല. അദ്ദേഹം പിറ്റേ ദിവസം കേരളത്തിലെ ഏറ്റവും ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ അട്ടിപ്പേർ അല്ലെങ്കിൽ അതിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ അനുബന്ധ മദ്രസയിലാണ് ഇത് കേട്ടത്. അപ്പൊ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയാതിരിക്കല്ലേ ഭേദം. പിറ്റേ ദിവസം മുതൽ മദ്രസയിൽ വിട്ടില്ല. ഇതാണ് മദ്രസ വിദ്യാഭ്യാസമെങ്കിൽ 1 നൂറ്റാണ്ട് മുമ്പ് വക്കം മൗലവി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ പറഞ്ഞ മദ്രസ പരിഷ്കരണം, മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആധുനിക വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞ വക്കം മൗലവിയെ ഉദ്ധരിക്കാൻ ഇവർക്ക് ആർക്കും ഒരു ധാർമ്മികതയുമില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇസ്ലാം, ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ ഈ മതരാഷ്ട്രം എന്ന് പറയുന്ന എത്ര രാഷ്ട്രങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല ലോകത്തിൽ എത്ര മതരാഷ്ട്രങ്ങളുണ്ടെന്ന്. നമ്മുടെയൊക്കെ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകത, നമ്മളോടൊപ്പം ജീവിക്കുന്നവരെ കുറിച്ചുള്ള ഏകദേശ കണക്ക് പോലും നമുക്കറിയില്ല. ലോകത്തിലൊരു 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു 30% ക്രൈസ്തവരും ഒരു 25% മുസ്ലിങ്ങളും 15% ഹൈന്ദവരും ബാക്കി വിശ്വാസികളും അവിശ്വാസികളുമായ വലിയ മനുഷ്യരുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഒരു 195 രാജ്യങ്ങളിൽ ഏതാണ്ട് 43 രാജ്യങ്ങളിൽ മതം വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 43 രാജ്യങ്ങളിൽ 27 രാജ്യങ്ങളും ഇസ്ലാമിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അതിനെ ആധാരമാക്കി മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. 13 രാജ്യങ്ങളിൽ ക്രൈസ്തവ പാരമ്പര്യങ്ങൾക്ക് മുൻതൂക്കം, 2 രാജ്യങ്ങളിൽ ബുദ്ധ പാരമ്പര്യങ്ങൾക്ക്, ഒരേ ഒരു രാജ്യത്ത് ജൂത പാരമ്പര്യത്തിൽ നിന്നുള്ള മത നിയമങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയുള്ള സ്വാധീനമുള്ള രാജ്യം. പക്ഷേ ഇത്രയും രാജ്യങ്ങൾ, 43 രാജ്യങ്ങളിൽ വെറും 5 രാജ്യങ്ങളിൽ മാത്രമേ, ഞാൻ ഇതിൽ വത്തിക്കാൻ വിട്ടുപോയി, വത്തിക്കാൻ മാത്രമാണ് ആ അർത്ഥത്തിൽ ഒരു ക്രൈസ്തവ നിയമങ്ങൾ അനുസരിച്ച് ഒരു മതരാഷ്ട്രമായിട്ടുള്ളത്.
പക്ഷെ നമുക്കറിയാം അതിന്റെ ഒരു പൊതു സ്വഭാവം അതൊട്ടും ഒരു വംശീയമോ അല്ലെങ്കിൽ അത് ഹിംസാത്മകമോ ആയ ഒരു രാജ്യമായിട്ട് നമുക്ക് അതിനെ സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷെ മറ്റ് 4 പ്രധാന രാജ്യങ്ങൾ ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. ഇറാൻ, സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാൻ, യമൻ, മൗറിറ്റാനിയ. ഇത്തരം രാജ്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിക പാരമ്പര്യം ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച് മതരാഷ്ട്രങ്ങളായിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ മതത്തിന്റെ സ്വാധീനം ഏറിയും കുറഞ്ഞും ഇരിക്കും. അപ്പൊ നമുക്കറിയാം പാകിസ്ഥാൻ ഭരണഘടനയിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ജനാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും ഇടയിൽ കൂടി കടന്നുപോയ ഒരു രാജ്യമാണ്. പൂർണ്ണമായി ഒരു ശരീഅത്ത് അനുസരിച്ചുള്ള ഒരു ഭരണ സംവിധാനമല്ല അവിടെ ഉള്ളത്, സൗദി അറേബ്യയെ പോലെയുള്ളത്. ഭരണഘടനയിൽ പേരെഴുതി വെച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത ബംഗ്ലാദേശ് തുടങ്ങി നിരവധി ഗൾഫ് രാജ്യങ്ങൾ ചെറിയ ഏറിയും കുറഞ്ഞും ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്കിയിട്ടുള്ള രാജ്യങ്ങൾ. പക്ഷെ ഇസ്ലാമിക പാരമ്പര്യം ഇത് പറയുമ്പോൾ ക്രൈസ്തവ പാരമ്പര്യത്തിൽ പൂർണ്ണമായി അങ്ങനെ ക്രൈസ്തവ നിയമങ്ങൾ പ്രാബല്യത്തിലാക്കിയ ഒരു ഭരണകൂടം വത്തിക്കാനല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ ഇന്ന് ക്രൈസ്തവ ദേശീയതയെ മുൻനിർത്തിയുള്ള ഭരണകൂടങ്ങൾ തെളിഞ്ഞും ഒളിഞ്ഞും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ട്രംപ്. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് നമുക്കൊരു മതവാദിയായിട്ടൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം വലിയൊരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് വലിയൊരു വിഭാഗം മനുഷ്യർ കാണുന്നത്. നിങ്ങൾക്ക് അറിയാന്നറിയില്ല, ഈ ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ തയ്യാറാക്കിയ പ്രോജക്ട് 2025 എന്നൊരു റിപ്പോർട്ടുണ്ട്. 900 പേജുള്ള റിപ്പോർട്ട്. അത് തീവ്ര വലതുപക്ഷത്തുള്ള ഒരു വലിയ തിങ്ക് ടാങ്ക് ആണ്. പ്രോജക്ട് 2025 എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ 1ാം ഭരണകൂടത്തിൽ ഇരുന്ന ആൾക്കാർക്ക് തന്നെയാണ് അത് എഴുതിയത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു ഞങ്ങളൊന്നും അല്ല എന്ന് ട്രംപ് അതിനെ ഒഴിവാക്കി. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യം അധികാരത്തിൽ വന്ന് 60 ദിവസത്തിനകത്ത് ഏതാണ്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്ന 60% കാര്യങ്ങളും എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഒപ്പിട്ട ആളാണ് അദ്ദേഹം. അതിൽ ആദ്യം ഒപ്പിട്ട കാര്യങ്ങളിലൊന്ന് ട്രാൻസ്ജെൻഡറുകളെ നിഷ്ക്രിയമാക്കുക. അമേരിക്കയിലെ ട്രാൻസ്ജെൻഡറിന് ഒരു സ്വത്വവുമില്ല. അബോർഷൻ നിരോധിക്കുക. ഇതെല്ലാം ആരുടെ അജണ്ടയാണ്? ഈ ക്രിസ്ത്യൻ നാഷണലിസത്തിന്റെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ ഒരു പ്രാതിനിധ്യമായിട്ട്. ഒരുപക്ഷെ ആ അർത്ഥത്തിൽ പ്രോജക്ട് 2025 ഒളിച്ചു കടത്തുക എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. പ്രകടമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒരു ക്രൈസ്തവ ദേശീയതയാണ്. ഭരണഘടനയിലൊന്നും ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല. 1ാം അമെൻമെന്റോ അല്ലെങ്കിൽ ഭരണഘടനയുടെ അനുച്ഛേദങ്ങളിലൊന്നും ഇത് പറയുന്നില്ലെങ്കിലും നയങ്ങളിലൂടെ നടപ്പാക്കുന്നു. അത് മാത്രമല്ല, ട്രംപ് ആദ്യം തന്നെ ഒപ്പിടുന്ന ഉടമ്പടികളിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ആദ്യം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളെ തെരഞ്ഞു പിടിച്ച് അവിടെ നിന്നുള്ള ഒരു മനുഷ്യർക്കും അമേരിക്ക സന്ദർശിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. കുടിയേറ്റക്കാർക്കെതിരെയുള്ള തെരഞ്ഞു പിടിച്ച് അവരെ ഈ പറയുന്ന ക്യാമ്പുകളിൽ ഇടുക, പുറന്തള്ളുക എന്ന് പറയുന്നത് കൃത്യമായി ഈ പറയുന്ന പ്രോജക്ട് 2025 ഹെറിറ്റേജ് ഫൗണ്ടേഷൻ തയ്യാറാക്കിയ പ്രോജക്ട് 2025 അജണ്ട തന്നെയാണ്. ആ അർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, യൂറോപ്പിലെ ഉയർന്നു വരുന്ന തീവ്ര വലതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഭരണകൂടങ്ങളും കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇത്തരം ക്രൈസ്തവ ദേശീയതയുടെ പിന്നിൽ നിന്നാണ്. പക്ഷെ അത് പ്രകടമായി നമുക്ക് കാണാൻ കഴിയില്ല.
നമ്മളതിന് ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുമെങ്കിലും പക്ഷെ യഥാർത്ഥത്തിൽ ഈ കുടിയേറ്റ വിരുദ്ധതയുടെ അടിസ്ഥാനം ഒരു പുതിയ ദേശീയതയുടെ നിർമ്മാണമാണ്. പുനർനിർമ്മാണമെന്ന് അതിന് പറയാൻ കഴിയില്ല. അത് അപകടകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലാകമാനം കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു വലിയ പടയൊരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അതിന്റെ അജണ്ട സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. നോക്കുക, ഈ നമ്മൾ നേരത്തെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണവിടെ പറഞ്ഞ മാതിരി അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തിലെ മതങ്ങളെ സംബന്ധിച്ച് എന്താ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ചോദിച്ചാൽ, കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടത് അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കോ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ ബദലായി വരുന്ന ഏതൊരു സംവിധാനത്തെയും തകർക്കാൻ ഏറ്റവും പറ്റിയ ഉപകരണം, ആയുധം മതം തന്നെയാണെന്നാണ്. അത് മറ്റു മതങ്ങളൊന്നുമല്ല, അത് ഇസ്ലാം മതമാണ് മുഖ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കയിലായിരിക്കും ക്രൈസ്തവ മതത്തെ, തീവ്ര വലതുപക്ഷ ക്രൈസ്തവ വിഭാഗങ്ങളെ ഉപയോഗിച്ചിരുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കമ്മ്യൂണിസമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ ചായ്വുള്ള ഭരണകൂടങ്ങൾ ഉയർന്നു വരുന്നതിന് ബദലായി ആ ഭരണകൂടങ്ങൾക്ക് രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഒരുക്കാൻ സാധ്യതയുള്ള ലിബറേഷൻ തിയോളജി പോലുള്ള പുതിയ നവ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ലാറ്റിൻ അമേരിക്കയിൽ വ്യാപകമായി ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ഇവാഞ്ചലിക്കൽ സംഘങ്ങളെയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഒരുപക്ഷെ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലായിരുന്നു. ഇറാൻ, ഇറാഖ് തുടങ്ങിയുള്ള നിരവധി പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജനകീയ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുന്നതിന് അവരുടെ ഭരണകൂടങ്ങളുമായി ഒത്താശ ചെയ്ത് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അതാത് രാജ്യങ്ങളുടെ യാഥാസ്ഥിതിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെയാണ്. ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് ദേശാഭിമാനി വാരികയുടെ 2-3 പതിപ്പുകളിലായിട്ട് ഞാൻ ഈ പശ്ചിമേഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഇല്ലാതായതിനെ കുറിച്ചുള്ള ലേഖനം എം.എൻ. വിജയൻ മാഷ് റിട്ടയർ ചെയ്യുന്ന കാലത്താണ്. അത് 9/11 ശേഷം ആണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നത്. ഇറാനിലെ ടു-ഡേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം നശിച്ചതിന്റെ ഒരു പശ്ചാത്തലം. ഇത് ദക്ഷിണേഷ്യയിലേക്കും ദക്ഷിണ പൂർവേഷ്യയിലേക്കും നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതി, കമ്മ്യൂണിസ്റ്റ് കുരുതി നടത്തിയത് ഇന്തോനേഷ്യയിലായിരുന്നു. 10 ലക്ഷം കമ്മ്യൂണിസ്റ്റുകാരെയാണ് 1965, 66, 67 വർഷങ്ങളിൽ, ചില കണക്കുകൾ 15 ലക്ഷം കമ്മ്യൂണിസ്റ്റുകാരെ അവർ കൊന്നതാണ്. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യ. അവിടുത്തെ സ്വേച്ഛാധിപതിയായ ഭരണകൂടത്തിന് അതിനെല്ലാം ഒത്താശം ചെയ്തു കൊടുത്തത് അക്കാലത്തെ ഭരണ സംവിധാനമായ ജോൺസൺ ഭരണകൂടത്തിന്റെ ഈ പ്രോജക്ട് എക്സ് പരിപാടിയായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരൊറ്റ ദക്ഷിണ പൂർവേഷ്യൻ, കിഴക്ക് പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഇനി കമ്മ്യൂണിസം ഉയർന്നു വരരുത്, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ കമ്മ്യൂണിസം വരുന്നതിന് ഒരു ഭയം ഈ രാജ്യങ്ങൾക്കുണ്ടായത്. ഈ ഇവിടുത്തെ ഭരണകൂടങ്ങളെല്ലാം, പശ്ചിമേഷ്യയിലെ ഭരണകൂടങ്ങളെല്ലാം പൂർണ്ണമായ അമേരിക്കൻ വിധേയത്വത്തിൽ കഴിയുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അമേരിക്കയുടെ സഹായം ഇതിനാവശ്യമാണ്. ഇത് തന്നെയാണ് സുഹാർത്തോയുടെ ഭരണകൂടം ചെയ്തത്. ശ്രദ്ധിക്കുക, സുഹാർത്തോയും സിഐയും കൂടെയുള്ള ഇന്തോനേഷ്യയിലെ ഈ കൂട്ടക്കൊലയ്ക്ക് എല്ലാ ചുറ്റുവട്ടങ്ങളും ഒരുക്കി കൊടുത്തത് ഇന്തോനേഷ്യയിലെ തീവ്ര മുസ്ലിം സംഘടനകളായിരുന്നു. ആ പ്രോജക്ട് എക്സിന്റെ ഭാഗമായി നമ്മൾ കണ്ട ഈ കൂട്ടക്കുരുതി നമ്മൾ മറന്നുപോയി.
വിയറ്റ്നാം യുദ്ധം 15 വർഷം നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിന്റെ ഘട്ടത്തിലൊന്നും ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അപ്പൊ കമ്മ്യൂണിസത്തെ തകർക്കാൻ, സോഷ്യലിസ്റ്റ് ബദലുകളെ തകർക്കാൻ ലോകത്തിലെ എല്ലാ പിന്തിരിപ്പൻ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഫണ്ട് കൊണ്ടു കൊടുത്തിരുന്നത് അമേരിക്ക തന്നെയായിരുന്നു. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ, ഇന്ന് നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യമായി കടന്ന താലിബാന്റെ അഫ്ഗാനിസ്ഥാൻ. യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാൻ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെ ഒരു പുതിയ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന അഫ്ഗാനിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്നതിൽ നിർണായക റോള് വഹിച്ചത് അമേരിക്കയായിരുന്നു. അക്കാലത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സംരക്ഷണം എന്നുള്ള മുദ്രാവാക്യം അവർക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രമേ മുഴക്കുകയുള്ളൂ. അല്ലാത്തിടങ്ങളിൽ ഏത് സ്വേച്ഛാധിപതിയെയും അവർ ഉപയോഗിക്കും. പാകിസ്ഥാനിലെ ജനറൽ സിയാഉൽ ഹക്കിനെ മുൻനിർത്തിയാണ് അഫ്ഗാനിസ്ഥാനിലെ ഈ സോവിയറ്റ് വിരുദ്ധ കലാപം മുഴുവൻ അരങ്ങേറ്റി. അന്ന് അക്കാലത്ത് ഏഴ് പ്രധാന ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നീട് അൽ ഖ്വയ്ദയായി രൂപാന്തരപ്പെട്ട ഒസാമ ബിൻ ലാദന്റെ ഇസ്ലാമിക തീവ്രവാദ സംഘടന. 10 വർഷമാണ് അവർക്ക് ഡോളറുകൾ എത്തിച്ചു കൊടുത്തത്. ഇടനിലക്കാരാണ് പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ CIA നേതൃത്വം കൊടുത്തിരിക്കുന്ന ഡ്രഗ് ഡിസ്റ്റിലേഷൻ ഫാക്ടറികളുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഓപ്പിയം അന്ന് നിരോധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. ഓപ്പിയം നമ്മൾ സബ്സിഡി കൊടുത്ത് കൃഷി ചെയ്യുന്ന മാതിരിയുള്ളൊരു കാര്യമായിരുന്നു. ഈ ഓപ്പിയം മുഴുവൻ കയറ്റി അയക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കായിരുന്നു. ഇതിന്റെ ഡിസ്റ്റിലേഷൻ മുഴുവൻ നടത്തുന്നത് ഈ അതിർത്തി മേഖലകളിൽ CIA-യും IS-യും ചേർന്ന് തന്നെയായിരുന്നു. ഇതിന്റെ പണം മുഴുവൻ ഈ യുദ്ധത്തിനാണ് വിനിയോഗിച്ചത്. 10 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധം ആത്യന്തികമായി എന്തിലാണ് കലാശിച്ചത്? അത് ഈ ഒന്നിച്ചു നിന്ന് യുദ്ധം ചെയ്യുന്നവർ തമ്മിൽ കടിച്ചു കീറുന്ന ഒരു രാജ്യമായി മാറി. ഏകദേശം 10 വർഷം കൊണ്ട് നീണ്ടുനിന്ന യുദ്ധം പിന്നീട് ഏറ്റെടുക്കുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായി അവിടെ ഭരണം കൈകാര്യം ചെയ്തിരുന്ന ഒരു ഭരണം ഈ കഴിഞ്ഞ 2021 വരെ തുടർന്നു. 21 ആയപ്പോഴത്തേക്കും ജോ ബൈഡന് തോന്നി ഇനി വെറുതെ എന്തിനാ കാശ് ചിലവാക്കുന്നത്, പിൻവാങ്ങുക. മാത്രമല്ല ആർക്കെതിരായാണോ ഒരു ഘട്ടത്തിൽ അമേരിക്ക പോരാടിയത് അവരെ തിരിച്ച് കാബൂളിൽ അധികാരം ഏൽപ്പിച്ചിട്ടാണ് മടങ്ങുന്നത്. ഈ കാപട്യം തുറന്നു കാണിക്കാൻ ലോകത്തിലെ എത്ര മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു? താലിബാന് വാസ്തവത്തിൽ ഈ സെപ്റ്റംബർ 11 ആക്രമണത്തില് പങ്കെടുത്തതിൽ ആ 19 പേരിൽ ഒരാളും അഫ്ഗാനിസ്ഥാനിൽ നിന്നില്ലായിരുന്നു. 15 പേരും സൗദി അറേബ്യയിൽ നിന്നുള്ളവരായിരുന്നു. ഈ ഭീകരതയ്ക്കെതിരായ യുദ്ധം ഈ പറയുന്ന രാജ്യങ്ങളിലേക്കല്ലല്ലോ പോയത്. എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്? അത് വളരെ തന്ത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ്. കൊക്കേഷ്യൻ മേഖലയിൽ നിന്നും വലിയ എണ്ണശേഖരം കിട്ടുമെന്നുള്ള വലിയൊരു പദ്ധതി ഇട്ടിട്ടുണ്ടാണ്. ഇതിനെ സംബന്ധിച്ച് ധാരാളം ലേഖനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാണ്, വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതെല്ലാം സാധിക്കണമെങ്കിൽ താലിബാനെ അവിടെ നിന്ന് പുറത്താക്കണം. അത് പുറത്താക്കി. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. പണ്ടത്തെക്കാളും ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ
സൗഹൃദ രാജ്യമായിരുന്ന അഫ്ഗാനിസ്ഥാനെ പിച്ച് ചീന്തി നാമാവിശേഷമാക്കി 20 വർഷം കഴിഞ്ഞ് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും പിന്തിരിപ്പൻ ഭരണകൂടമായി മാറി. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇറക്കിയ ഒരു മിനിസ്ട്രി ഓഫ് അവിടുത്തെ ഒരു സദാചാര മിനിസ്ട്രി എന്ന് തന്നെ വിളിക്കാം. അവിടുത്തെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. ഈ ശിരോവസ്ത്രം അണിയുക മാത്രമല്ല സംസാരിക്കാനും പാടില്ല. അവർക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. പുരുഷന്മാർക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു. ഏറ്റവും അങ്ങേയറ്റത്തെ യാഥാസ്ഥിതിക. ഇനി യാഥാസ്ഥിതികത്വം എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു പ്രയോഗമാണ്. ഇത്ര മനുഷ്യത്വരഹിതമായൊരു ഭരണകൂടത്തെ അവരോധിച്ചു കഴിഞ്ഞിട്ട് അവർ സ്വയം പിൻവാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കഴിഞ്ഞ 30 വർഷം അഫ്ഗാനിസ്ഥാനിലെ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ചെയ്തതിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ന് ട്രംപ് തിരിച്ചു ചോദിക്കുന്നത്. ട്രംപിന് കൃത്യമായിട്ട് ചോദിക്കാനുള്ള ആയുധങ്ങൾ മുൻ ഭരണകൂടങ്ങൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹം അത് ചോദിക്കാറുണ്ട്. ഇനി യുദ്ധങ്ങൾ വേണ്ട. ഇത് കേട്ടാൽ തോന്നും യുദ്ധങ്ങൾക്ക് ഒരു വിരാമം ഇടാൻ വേണ്ടിയാണ് ഒരു പ്രസിഡന്റ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് കാളക്കൂറ്റിനെ പോലെ മനുഷ്യരെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ജെറുസലേം എന്ന് പറയുന്ന ക്യാപിറ്റലിലേക്ക്, അത് ട്രംപാണ് ജെറുസലേമിലേക്ക് ക്യാപിറ്റൽ പ്രതിഷ്ഠിച്ചു കൊടുത്തത്. ആ മനുഷ്യനെ നിലനിർത്താൻ കഴിയാത്തൊരു മനുഷ്യനാണ് ഇന്ന് ലോകത്തിന് മുമ്പിൽ എനിക്കൊരു കിട്ടിയാൽ ഒരു നോബൽ സമ്മാനം പറ്റില്ലേ എന്ന് ചോദിക്കുന്നത്. ഇന്നലെ നെതന്യാഹുവിന്റെ ക്യാബിനറ്റ് തീരുമാനിക്കുന്നത് ഗാസയെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇത്രയും കാലം അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഞാൻ ഈ ഹമാസ് ഇസ്രായേലിൽ കടന്ന് ഭീകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതിന് ജസ്റ്റിഫൈ ചെയ്ത ഒരാളല്ല. കാരണം പാലസ്തീൻ ഇഷ്യൂവിൽ സംഭവിച്ച ഒരു മാറ്റം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയി. പാലസ്തീൻ പോരാട്ടം എന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെ അതൊരു സെക്കുലറായ ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഇക്കാലങ്ങളിലല്ല. 1980 വരെ PLOയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പലസ്തീൻ പോരാട്ടം അങ്ങേയറ്റത്തെ സെക്കുലർ സ്വഭാവമുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. അതിലൊരു മതത്തിന്റെയോ ഒരു പ്രത്യേക വംശീയതയുടെയോ ഒന്നും സ്വഭാവം അതിനില്ലായിരുന്നു. ആ PLOയെ തകർക്കാൻ ഇസ്രായേലിന്റെ ഒത്താശയോടുകൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഹമാസ്. അത് ഇന്ന് പരോക്ഷമായെങ്കിൽ ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഈ ഹമാസ് വന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? ഹമാസ് പാലസ്തീൻ പ്രശ്നത്തെ ഒരു ഇസ്ലാമിക് പ്രശ്നമാക്കി മാറ്റി. പാലസ്തീന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഇസ്ലാമിക് രാജ്യമാകും. ഇസ്രായേലിൽ ഞങ്ങൾ അംഗീകരിക്കില്ല. അത് ചെറിയ ഭേദഗതികൾ 2017 വരുത്തിയെങ്കിലും ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടുകൂടി ഇസ്രായേലിന് വേവലാതി തുടങ്ങി. സ്വാഭാവികമാണ്, ഇസ്രായേലിന് അങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യം ഈ പറയുന്ന വളരെ സങ്കീർണമായ ആ ഭൂപ്രദേശത്ത് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകിച്ച് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ ഭൂമുഖത്തിൽ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഒട്ടും ശക്തിയില്ലാത്ത ഒരു ചെറിയ ഭരണ സംവിധാനമാണ് ഗാസയിലുള്ളത്. പക്ഷെ ഈ ഗാസയിലെ ഈ ഭരണ സംവിധാനം വെച്ചിട്ട് ഇസ്രായേലിനെ തച്ചുടയ്ക്കാമെന്നുള്ള ഒരു സ്വപ്നം കണ്ടുകൊണ്ട് കുറെ പേര് ഇസ്രായേലിലേക്ക് കടത്തിവിട്ടിട്ട് ആളുകളെ വെടിവെച്ചില്ല. ആ കൊന്നതിൽ ധാരാളം പേര് പാവപ്പെട്ട കർഷകരും തൊഴിലാളികളൊക്കെ ആയിരുന്നു. അത് നന്നായിട്ട് മുതലെടുത്തതാണ് നെതന്യാഹു. അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന സമയത്ത്, അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറായിരിക്കുന്ന സമയത്താണ് ഹമാസ് ഒരു വെള്ളി താലത്തിൽ ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്.
പക്ഷെ അതിന്റെ തിക്താനുഭവം മുഴുവൻ പേറേണ്ടി വരും. ഞാൻ അന്ന് എഴുതി 1200ഓളം പേര് നിങ്ങൾ അവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1,00,000 പേര് നിങ്ങൾ കുരുതി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 60,000 പേര് മരിച്ചു എന്നൊക്കെ പറയുന്നത് ചെറിയ കണക്കാണ്. കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ലോകം ഇനിയും അറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോ ലോകത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് പ്രദേശത്തിന്റെ ആ ഭൂഭാഗത്തിന്റെ സമാധാനത്തിലേക്കല്ല പോകുന്നുള്ളത് വളരെ കൃത്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതിന്റെ ദുരന്തങ്ങളുടെ ഒരു 10,000 ഇരട്ടി ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ സംഭവിക്കാം. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ, നമ്മള് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ ഇന്ത്യയിൽ മതരാഷ്ട്രവാദത്തെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ എപ്പോഴും മുന്നിൽ ഗോവിന്ദ മാഷും പിന്നെ ഷിനാസൊക്കെ ഈ വിഷയം കൂടുതൽ സംസാരിക്കുന്നു വിചാരിക്കുന്നു. പക്ഷേ ഇതിന്റെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് മതരാഷ്ട്രം എന്ന് പറയുന്നതൊന്നും ഞങ്ങളുടെ സങ്കല്പത്തിൽ പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും പ്രവർത്തിക്കുന്ന മറ്റ് ജമാഅത്ത് ഇസ്ലാമികൾ, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഉള്ള ജമാഅത്ത് ഇസ്ലാമികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് നേരെ വിരുദ്ധമാണ്. അത് മുസ്ലിം ബ്രദർഹുഡിന്റെ കാലം മുതൽ അത് സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളെയും അവർ സ്വന്തം തട്ടകത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രസങ്കല്പമൊന്നുമില്ല. ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഈ ഹമാസ്. ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഓഫ് ഷൂട്ടാണ് പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി, കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി, ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി. ഇപ്പൊ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ള ഒരു അർത്ഥം മാത്രമേ അതിനുള്ളൂ. ഈ മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം, പാകിസ്ഥാൻ വാദം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഭാഗത്ത് ഞങ്ങൾ അനുകൂലിക്കില്ല. അതിന്റെ കാരണം മറ്റൊന്നുമില്ല, അത് ഇസ്ലാമിക രാജ്യമാകില്ല. പള്ളി പോവാത്ത നിസ്കരിക്കാത്ത മുഹമ്മദ് അലി ജിന്നയ്ക്ക് എന്ത് ഇസ്ലാം, എന്തൊരു സ്വർഗരാജ്യം, ഞങ്ങൾ അംഗീകരിക്കില്ല. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ഇസ്ലാമിക കോൺസെപ്റ്റ് ഇല്ല, എതിർത്തു. പക്ഷെ അതുകൊണ്ടും കാര്യമില്ലല്ലോ. മൗദൂദി എന്ന് പറയുന്നത് ഒരു അപ്രസക്തമായ ഒരു ക്യാരക്ടറായിരുന്നു ആ കാലത്ത്. പക്ഷെ പാകിസ്ഥാൻ ഉണ്ടായ ഉടനെ അങ്ങോട്ടേക്ക് ചാടുകയും അവിടെ ചെന്ന് തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 949 ലിയാഖത്ത് അലി ഖാന്റെ ഭരണകൂടത്തെ കൊണ്ട് ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എഴുതി ഉണ്ടാക്കുകയും ചെയ്തു. ജിന്ന വാസ്തവത്തിൽ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിരുന്നു വിഭാവനം ചെയ്തത്. ഇത് ആദ്യം പറഞ്ഞത് ഇവിടുത്തെ BJP-യുടെ നേതാവായ LK അദ്വാനി ആയിരുന്നു. LK അദ്വാനി പറഞ്ഞപ്പോൾ RSS നിന്ന് വലിയ വിമർശനം ഉണ്ടായി. പിന്നീട് വന്ന ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർക്കാരൻ ജസ്വന്ത് സിംഗ് ഇത് പറയുകയും അദ്ദേഹം ജിന്നയെ കുറിച്ചൊരു ബുക്ക് എഴുതി. അദ്ദേഹത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടൊന്നുമില്ല, അദ്ദേഹം വാസ്തവത്തിൽ ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നില്ല ഉദ്ദേശിച്ചത്. കോൺഗ്രസുമായിട്ടുള്ള തർക്കത്തിൽ ഒരു ബദൽ മുസ്ലിം രാജ്യം ഉണ്ടാക്കുക, പക്ഷെ അത് ഇസ്ലാമിക രാജ്യമായിട്ട് മതരാഷ്ട്രമായിട്ടൊന്നും സങ്കല്പിച്ചിട്ടില്ല, ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രസംഗങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തികൾ ഒരാളാണ് ഈ മൗദൂദി. അത് മാത്രമല്ല, പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എല്ലാം ഉറപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും സംഭവിച്ചത് എന്താണ്? അവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ എല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഉദാഹരണമായിട്ട് അവിടുത്തെ അഹമ്മദിയ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഖോദിയാൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വിഭാഗം മനുഷ്യർ, മുസ്ലിങ്ങൾ, അവര് മുസ്ലിങ്ങളായിട്ട് ഇപ്പോ മുഖ്യധാരയിലുള്ള ഒരു സംഘടനകൾ, ലോകത്തിലെ ഒരു മുസ്ലിം സംഘടനകൾ അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം അവരെ അഹമ്മദിയ സെക്ട് ഒരിക്കലും പ്രൊഫറ്റ് മുഹമ്മദ് ആണ് അന്തിമ പ്രവാചകൻ എന്ന് പറയില്ല. അവരുടെ പ്രവാചകനായ അഹമ്മദ്
ആണ് പ്രവാചകൻ എന്ന് അന്ത്യപ്രവാചകൻ, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ പേരിൽ ബലി കൊടുക്കേണ്ടി വരുന്നത് പാകിസ്ഥാന്റെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി സർ സഫറുല്ല ഖാൻ, അദ്ദേഹം പിന്നീട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം, അഹമ്മദിയകളെ മുഴുവൻ എല്ലാ അധികാര ഘടനകളിൽ നിന്ന് പുറത്താക്കണം എന്ന് പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ പഞ്ചാബിൽ, പാകിസ്ഥാനിലെ പഞ്ചാബിൽ, ലാഹോറിൽ വലിയ കലാപം അഴിച്ചുവിട്ടു. കടകൾ ആക്രമിക്കുക, അഹമ്മദികളെ ആക്രമിക്കുക, വലിയ കലാപം. പാകിസ്ഥാനിൽ ആദ്യമായി പട്ടാള ഭരണത്തിന് നാന്തി കുറിക്കുന്നത് ഈ ലാഹോർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ്, മാർഷ്യൽ ലോ. ഇതുണ്ടായി കുറച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഗവൺമെന്റ് ഒരു കമ്മീഷൻ ഉണ്ടാക്കി. അന്നത്തെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് മുനീർ, മറ്റൊരു ജസ്റ്റിസായ ജസ്റ്റിസ് കയാനി, ഇവർ രണ്ടുപേരും വിളിച്ചു ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞു. അവർ പഠിച്ചു, ഒരു വർഷത്തിനകത്ത് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ റിപ്പോർട്ട് നിങ്ങളൊക്കെ ഒന്ന് വായിക്കണം. ആ റിപ്പോർട്ടിൽ മറ്റ് വിശദാംശങ്ങളൊക്കെ ഉള്ളപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന മാതരാഷ്ട്രത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്ന 1-2 അധ്യായങ്ങളുണ്ട്. ഇന്ന് ഒരു പാകിസ്ഥാൻ ഭരണകൂടത്തിലെ ഒരാൾക്കാർക്കും അത് ചർച്ച ചെയ്യാൻ താല്പര്യം കാണില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ജസ്റ്റിസ് മുനീറും കയാനിയും പാകിസ്ഥാനിലെ ഏറ്റവും മുതിർന്ന പണ്ഡിതന്മാരായ 12 പേരെ വിളിച്ചു വരുത്തി. നിങ്ങൾ ഇവരെ അമുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഹൂ ഈസ് എ മുസ്ലിം എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ 12 പേരും 12 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ ജസ്റ്റിസ് അവസാനം എഴുതുന്നത്, ഞങ്ങളിനി ആരാണ് മുസ്ലിം എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ 13ാമത്തെ മുസ്ലിം ആവുമല്ലോ. ഇതാണ് പാകിസ്ഥാന്റെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് ഒരു ഹൂ ഈസ് എ മുസ്ലിം എന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത നിങ്ങളാണോ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. കൂട്ടത്തിൽ വേറൊന്നുകൂടെ ചോദിച്ചു കേട്ടോ. ഈ മൗദൂദിയെ ഇരുത്തിയിട്ട് ജസ്റ്റിസ് മുനീർ ചോദിച്ചു, നിങ്ങളത് ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കാൻ പോകുന്നല്ലോ, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ മനുസ്മൃതി അടിസ്ഥാനമാക്കി ഒരു നിയമം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇല്ല. ഈ മനുസ്മൃതി അനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരായാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് മൗദൂദി. ഈ മൗദൂദിയുടെ പിന്തുടർച്ചക്കാരാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും ഇസ്ലാമിക രാജ്യത്തെ കുറിച്ച് സങ്കല്പമില്ല. അത് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയോടോ പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയോടോ കാശ്മീരിലെ ഇതൊക്കെ പലതരം വിവിധ ബ്രാൻഡുകളാണ്. അവരോട് ചോദിച്ചാൽ അവരെല്ലാം പറയും, മൗദൂദി സാഹിബിനെ വിട്ടിട്ട് ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. മൗദൂദി സാഹിബിന്റെ ഒരു പുസ്തകം ഇന്നലെ മെനഞ്ഞാന്ന് കാശ്മീരിലെ ഗവർണർ നിരോധിച്ച 25 പുസ്തകങ്ങൾ ഒന്ന് മൗദൂദി സാഹിബിന്റെ ബുക്കാണ്. എന്റെ ഒരു പുസ്തകം കൂടെ നിരോധിക്കേണ്ടായിരുന്നു, പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെ കയ്യിൽ അത് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇത് ഈ മതരാഷ്ട്രങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഭവിക്കുന്ന നമ്മുടെ ഈ മതബോധത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന ഈ മലീനമപ്പെട്ട, അല്ലെങ്കിൽ അതിന് എന്താ പറയുന്നത്, എന്താ വാക്കറിയില്ല, ഏറ്റവും ഇൻകറജിബിൾ കറപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥയാണ്. രാവിലെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മുടെ തന്നെ ഒരു ശരീരത്തിന്റെ ഒരു കഷണം നമുക്ക് തന്നെ എതിരായി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. NS മാധവന്റെ കഥ ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇന്ന് വായിക്കാതെ. ഞാനിവിടെ പറഞ്ഞത് NS മാധവന്റെ ഒരു പ്രൊമോട്ടറായിട്ടല്ല, പാല് പിരിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്തരീക്ഷത്തിലെ അണുക്കള് അതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അത് നമ്മുടെ പാല് പിരിക്കുന്നത് മാതിരി നമ്മുടെ മനസ്സുകളെ ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാല് എന്ന് പറയുന്നത് ഒരു സമൂലമായ ഒരു ഘടനയാണ്. അതിനെ പിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ. മനസ്സുകളെ ഇത്ര അസംബന്ധമാക്കുന്ന, വിഷലിപ്തമാക്കുന്ന മതങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിൽ ഈ പറയുന്ന 27 രാജ്യങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുന്നെങ്കിലും ഒരു രാജ്യത്തും ഒരു ഏകശിലാരൂപത്തിലുള്ള ഒരു ശരീഅത്ത് ഉണ്ടായിട്ടില്ല.
ഈവൻ നബിയുടെ കാലത്ത് പോലും 30 വർഷത്തെ നിസാമി മുസ്തഫയുടെ സങ്കല്പങ്ങളെല്ലാം ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയാറുണ്ട്. അതിന് എന്ത് സ്വഭാവമാണുള്ളത്? ഖുറാനിലോ ഹദീസുകളിലോ എവിടെയെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. പിൽക്കാലത്ത് ഉടലെടുത്ത പ്രസ്ഥാനങ്ങളാണ് ഈ രാജ്യ നിർമ്മാണം, രാഷ്ട്ര നിർമ്മാണം. ഇതൊക്കെ ആധുനിക കൺസെപ്റ്റുകളാണ്. അക്കാലത്ത് ഒരു ഗോത്രവർഗ കാലഘട്ടത്തിലെ ഈ രാഷ്ട്ര നിർമ്മാണമൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നു. പക്ഷെ ഈ ആധുനിക കാലത്ത് ഇത്തരം ചിഹ്നങ്ങളും ഭാവങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഉപയോഗിച്ച് അധികാര ഘടനയിൽ കടന്നുകൂടുക എന്നുള്ളതാണ്. കുഞ്ഞിക്കണ്ണൻ മാഷുടെ പറഞ്ഞ മാതിരി ആത്യന്തികമായി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്ത മാർക്സിസ്റ്റ് ചിന്തകനായ സമീർ അമീൻ എഴുതിയ ഒരു ലേഖനം ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൽ, എനിക്ക് പലരും വായിച്ചിട്ടുണ്ടാവും, പൊളിറ്റിക്കൽ ഇസ്ലാം അറ്റ് ദി സർവീസ് ഓഫ് ഇമ്പീരിയലിസം. ഇന്ന് അത് വായിച്ചാൽ അത് തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ന്യൂ ലെഫ്റ്റ് റിവ്യൂവിലെ ലേഖനം ഇപ്പോഴും നമുക്ക് വായിക്കാൻ പറ്റും. ഈ മതങ്ങൾ പ്രതിരോധങ്ങളായി ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് ചില മതങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ധാരാളം മീറ്റിങ്ങുകളിൽ അന്തരിച്ചുപോയ അസ്കർ അലി എഞ്ചിനീയറുമായി ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ അങ്ങേയറ്റത്തെ പാവപ്പെട്ടവരുടെയും വിമോചനം അർഹിക്കുന്നവരുടെയും ഭാഗത്തു നിന്ന് കാണാനുള്ള സാധ്യതകളുള്ള ഖുറാനെ, ഹദീസുകളെ വ്യാഖ്യാനിച്ച് അത് അടഞ്ഞ അധ്യായമായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി EMSന്റെ ഒരു പ്രഭാഷണം, ഇംഗ്ലീഷ് പ്രഭാഷണം ഞാൻ കേട്ടതായി പറഞ്ഞു. അദ്ദേഹം വായിച്ച 2 പ്രധാന ബുക്കുകളിൽ ഒന്ന് ഋഗ്വേദവും ഒന്ന് മഹാഭാരതമായിരുന്നു ചെറുപ്പകാലത്ത്. 6 വർഷക്കാലം ഈ ഋഗ്വേദം വായിച്ചു. ഐ വേസ്റ്റഡ് മൈ ടൈം എന്നാണ് അദ്ദേഹം പറഞ്ഞു. പക്ഷെ മഹാഭാരതം വായിച്ചപ്പോൾ ഞാൻ എൻജോയ്ഡ് ഇറ്റ് ഫോർ അതർ റീസൺസ്. ഉരുവിടുക എന്ന് പറയുന്നത് എന്താണ്? ഖുറാനെ ഹദീസുകളെയൊക്കെ ഉരുവിട്ട് കൊണ്ടിരുന്നുണ്ട്. എന്താ കാര്യം? അതിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഇതിനെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇത് ദൈവത്തിന്റെ പരമാധികാരം ദൈവത്തിന് മാത്രമാണെന്ന് പറയും. അങ്ങനെ ഏത് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് പരമാധികാരം ദൈവത്തിനാണെന്ന്? ലോകത്തിൽ ഒരു ദൈവം പറഞ്ഞിട്ടില്ല. ഈ അധികാരം എന്ന് പറയുന്ന വിഷയം തന്നെ ദൈവങ്ങൾ നിരാകരിക്കുന്ന ഒരു വിഷയമാണ്. അധികാരം ദുഷിപ്പിക്കുന്നു എന്ന് പറയുന്ന വാചകങ്ങളും വാക്യങ്ങളും എല്ലാ ഇതിഹാസങ്ങളിലും എല്ലാ പുണ്യപുരാണങ്ങളിലുമുണ്ട്. അധികാരം ദുഷിപ്പിക്കും എന്നുള്ളത്. അല്ലാതെ അധികാരത്തിന് വേണ്ടിയാണ് ആത്യന്തികമായ മതങ്ങൾ എന്ന് ഒരു മതവും പറഞ്ഞിട്ടില്ല. കൃത്യമായി അത് നിർവഹിച്ചതും പറഞ്ഞതും എല്ലാം ബുദ്ധമതമായിരുന്നു. ആ പറഞ്ഞ ബുദ്ധനെയും ബുദ്ധമതത്തെയും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചു. അങ്ങനെ നമ്മളൊരു ബദൽ മതരാഷ്ട്ര നിർമ്മിതിക്കായിട്ട് നിന്നു കൊടുക്കുകയാണ്. പാല് ഇനിയും പിരിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ നമുക്ക് ഇനി ഇവിടെ ജീവിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒരു മതങ്ങളും അങ്ങനെ രാഷ്ട്രീയമായി ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. മതം അവരുടെ സ്വകാര്യ വിഷയങ്ങളായി മാറ്റി അവരുടെ സ്വകാര്യ ജീവിതത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആശ്വാസവും ഒക്കെ ഉണ്ടായി. പക്ഷെ അതൊരു വലിയ സ്ഥാപനമായി, പ്രസ്ഥാനമായി ലോകം മുഴുവൻ 2014 ISIS ഉണ്ടാക്കുമ്പോ ഇവിടെ ചില ആൾക്കാർ പറഞ്ഞത് ഞാൻ കേട്ടു, ഖിലാഫത്ത് വന്നു കഴിഞ്ഞു. ലോകത്ത് ഖിലാഫത്ത് ഒരു നൂറ്റാണ്ട് മുമ്പ് അസ്തമിച്ച് ഖിലാഫത്ത് വന്നു കഴിഞ്ഞു. നമ്മളല്ലേ രക്ഷപ്പെടാൻ പോകണം. ഇവിടെ നിന്ന് കുറെ പേര് ആട് മേയ്ക്കാനും പശുവിന് മേയ്ക്കാനൊക്കെ അങ്ങ് പോയി എന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല അതിന്റെ കൃത്യമായി. ഒരുപാട് എക്സാജറേഷൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ അതിലെല്ലാം ഭ്രമിച്ചു പോകുന്ന, അതിലെല്ലാം ആകൃഷ്ടരായി പോകുന്ന ഒരു സമൂഹം നമ്മളുടെ ഇടയിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളും പാല് പിരിക്കാനായി ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ മാംസകഷണങ്ങൾ തേടുന്ന മനുഷ്യരായി മാറും എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.